നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സേവ്യർ. പ്രധാന വാർത്തകൾ. മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമി. കമ്പനികളിൽ നിന്നുള്ള മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ നീലംപേരൂർ ഗ്രാമവാസികൾ പഞ്ചായത്ത് ഉപരോധിച്ചു. അഴിമതിയിലാഴുന്ന വിദ്യാലയങ്ങൾ. കിടങ്ങറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമ്പത്തിക അഴിമതിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി നികത്തി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാറി ചിന്തിക്കാൻ ഒരു ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. നാളെ പരിഷ്കരിക്കാം. സമ്മാനഘടന പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ധർണ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലായ്പ്പോഴും പരിമിതികളുണ്ട്. അവരോട് ഒന്നിച്ചുള്ളതാണ് വിട്ടുവീഴ്ചകൾ. അവരെ മുഖവിലക്കെടുക്കാതെ ജനങ്ങൾ സംഘടിച്ചാൽ മാത്രമേ സമരങ്ങൾ വിജയിക്കുമെന്ന് ആറന്മുള സമരഭൂമി പ്രവർത്തകൻ ശ്രീരംഗനാഥൻ. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണെന്നും നമുക്കിവിടെ ജീവിക്കേണ്ടതാണെന്നും ഇത് നമ്മുടെ കൃഷിഭൂമിയാണെന്നും നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണാണെന്നുമുള്ള ബോധത്തോടെ ജനങ്ങൾ ഒന്നിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം കമ്പനികൾ നടത്തുന്ന മലിനീകരണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ശ്രീരംഗനാഥൻ പറഞ്ഞു. നീലംപേരൂരിലെ വായുവും ജലവും സംരക്ഷിക്കുക, മലിനീകരണം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ ജനകീയ സമിതി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂട്ടി തന്നെ ഇപ്പോൾ തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ ഓരോ പ്രശ്നങ്ങളെ പറ്റിയുമുള്ള ചോദ്യാവലികൾ കൊടുത്ത് അതിന്റെ കടലാസുകൾ വാങ്ങി സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം മുട്ടും. അത് മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥർക്ക് ഉത്തരം മുട്ടിയാൽ അവർക്ക് ചെയ്തേ പറ്റൂ. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഹിമവാനോളം പണവുമായിട്ടാണ് ആറന്മുളയിലെ വിമാനത്താവളത്തിന് വേണ്ടി വന്നത്. ഇന്ത്യ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും, അതിൽ പാർട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതിനകത്ത് ഭാഗഭാക്കുകളായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതില് ഈ വെറും പീറ മനുഷ്യരെ കൊണ്ട് അതങ്ങനെ കയ്യിൽ കാൽക്കാശിന്റെ പണമില്ലാഞ്ഞിട്ട് പോലും പൊരുതി നിൽക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം വിവരാവകാശമാണ്. നീലംപേരൂർ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സാർക്ക് സ്പൈസ് പ്രോഡക്റ്റ്, സാൻഡ്രോക്സ് കമ്പനികളിൽ നിന്ന് മാലിന്യം പുറന്തള്ളുന്ന വാർത്ത KCV ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി സമരസമിതി പ്രവർത്തകർ പറയുന്നു. ഹിമാലയത്തോളം പണവുമായി ആറന്മുളയിൽ ഇറങ്ങിയ വിമാന കമ്പനിക്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത് ജനകീയ ഇടപെടൽ നിമിത്തമാണ്. കയ്യിൽ പണമില്ലാത്ത കുറെ മനുഷ്യരെയും കൂട്ടി സമരം വിജയിപ്പിക്കാൻ സാധിച്ചത് വിവരാവകാശ നിയമപ്രകാരം സമ്പാദിച്ച രേഖകളുടെ പിൻബലത്തിലായിരുന്നു. ഇവിടെയും അതുതന്നെയാണ് ആവശ്യമെന്നും ശ്രീരംഗനാഥൻ കൂട്ടിച്ചേർത്തു. ജനകീയ സമരസമിതി പ്രവർത്തകൻ KR രാജപ്പൻ അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MD ചന്ദ്രൻ, KP മണിയൻ, P ബിജുമോൻ, PM ഗോപാലകൃഷ്ണൻ, KR രാജു, തങ്കമ്മ ഗോപാലകൃഷ്ണൻ, സാബു നാരായണൻ, PR സതീശൻ, ബിജു സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതിയിൽ പ്രതിഷേധിച്ച് PTA വൈസ് പ്രസിഡന്റ് D പ്രസന്നകുമാർ രാജിവെച്ചു. തിങ്കളാഴ്ച രാവിലെ ഏതാനും രക്ഷിതാക്കളുമായി എത്തിയ സ്കൂൾ പ്രിൻസിപ്പലിന് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. ഇത്തരം തിരിമറികൾ PTA പ്രസിഡന്റിന്റെ മൗന അനുവാദത്തോടെയാണ്. PTA കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാകാറില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ പരിസരത്ത് നിന്ന് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതിലും അഴിമതി ആരോപണം ഉയർന്നിരുന്നു. സ്കൂൾ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് പ്രിൻസിപ്പലിന് പോലും അറിവുണ്ടായിട്ടും ഇത് തടയാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് D പ്രസന്നകുമാർ ആരോപിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അഴിമതിയിൽ, പ്രത്യേകിച്ചും സ്കൂൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അഴിമതിയിൽ പ്രതിഷേധിച്ച് ഞാൻ PTA വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കുകയാണ്. ഒരു PTA എന്ന് പറയുന്നത് സ്കൂളിൻ്റെ സകലമാന പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അത് നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് PTA പ്രവർത്തിക്കേണ്ടത്.
എന്നാൽ സങ്കടകരമായൊരവസ്ഥ, ഈ സ്കൂളിലെ PTA എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാതെ PTA കമ്മിറ്റിയെ വെറുതെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ PTAയിലെ ചില അംഗങ്ങളും പ്രത്യേകിച്ച് പ്രസിഡന്റും അതേപോലെ തന്നെ പ്രിൻസിപ്പളും സ്വീകരിക്കുന്നത്. ജൈവ മികവിനും പാരിസ്ഥിതികവുമായ അതീവ പ്രാധാന്യമുള്ള സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർ അഥവാ ജലത്താൽ പൂരിതമായ പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 1971 നിലവിൽ വന്ന റാംസർ തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച നിർവചനമനുസരിച്ച് സ്ഥിരമായി ജലം തങ്ങി നിൽക്കുന്നതായ ഏതൊരു പ്രദേശത്തെയും തണ്ണീർത്തടം എന്ന് വിളിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കുളങ്ങൾ, തടാകങ്ങൾ, വെള്ളക്കെട്ടുകൾ, തോടുകൾ, അരുവികൾ, നീർച്ചാലുകൾ, ചതുപ്പുകൾ തുടങ്ങിയവയെല്ലാം തണ്ണീർത്തടങ്ങൾ തന്നെയാണ്. ജൈവമണ്ഡലത്തിൽ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് പുലർന്നു പോകുവാൻ സാഹചര്യമൊരുക്കുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയിലെ ജീവന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ആവാസ വ്യവസ്ഥ പ്രത്യക്ഷമായും പരോക്ഷമായും നൽകുന്ന സേവനങ്ങൾ നിസ്തുലമാണ്. എന്നാൽ തണ്ണീർത്തടങ്ങളും പാടശേഖരങ്ങളും വ്യാപകമായി നികത്തപ്പെടുന്നു. ജലമലിനീകരണവും വനനശീകരണവും അനുദിനം വർദ്ധിക്കുന്നു. ആഗോള പരിസ്ഥിതി തകർച്ച അത്രമേൽ ഗുരുതരമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തണ്ണീർത്തടങ്ങൾ എന്നതിനെ പ്രകൃതി എന്ന വാക്കുകൊണ്ട് നാം അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവികർ ശ്വസിച്ച വായുവും ദാഹം തീർത്ത വെള്ളവും മണ്ണും മലിനമാക്കാൻ നമുക്ക് അവകാശമില്ല. ഈ തണ്ണീർത്തടങ്ങൾ, വായു, മലനിരകൾ, വനങ്ങൾ, പക്ഷികൾ, നദികൾ എല്ലാം ഇത് നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ ശാസ്ത്രത്തിന്റെ സഹായം നാം തേടും. അതേസമയം നമ്മുടെ തണ്ണീർത്തടങ്ങളും നദികളും മലിനമാകാതെ ഒഴുകുമെന്നും നാം ഉറപ്പാക്കേണ്ടതുണ്ട്. രാജ്യസ്നേഹം പാരിസ്ഥിതിക സ്നേഹമായി കൂടി മാറുന്ന ഒരു ദേശീയ മനസ്സാണ് നമുക്ക് ആവശ്യം. കൊട്ടാര സദൃശ്യമായ മണിമാളികകളോ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ അല്ല വികസനത്തിന്റെ മാതൃക എന്നത് നമ്മുടെ സമൂഹം ഇനി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രകൃതിയെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള ഏത് വികസനവും താൽക്കാലികം മാത്രമാണ്. ഞങ്ങളുടെ മലകളെ, മഴയെ, ആകാശത്തെ, നദിയെയും അരുവിയെയും കാടിനെയും നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് നാളെ നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ എന്ത് ശരികൊണ്ട് നാം അവർക്ക് ഉത്തരം നൽകും എന്ന ചോദ്യമുയർത്തുന്നുണ്ട് ലോക തണ്ണീർത്തട ദിനം. സമ്മാനഘടന പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോട്ടറി ബന്ദ് ആചരിച്ചു. സമരത്തിന്റെ ഭാഗമായി ലോട്ടറി തൊഴിലാളികൾ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ CITU നേതാവ് VS മണി ഉദ്ഘാടനം ചെയ്തു. അവർ ഈ കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കാര്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. 85 ടിക്കറ്റ് വിൽക്കുന്ന ആളുകൾ പോലും വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സേവന നികുതി കൊടുക്കണമെന്നത് ഈ കഷ്ടപ്പെട്ട് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെയും ചെറുകിട ഏജന്റുമാരെയും അവരുടെ തൊഴിൽ തുടരാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്തെ ലോട്ടറി തൊഴിലാളിക്ക് ക്ഷേമനിധി കൊണ്ടുവന്നത്. അവർക്ക് പെൻഷൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്, അവർക്ക് ഓണക്കാലത്ത് ബോണസ് നൽകാൻ വേണ്ടി നടപടി സ്വീകരിച്ചത്. ആ നിയമം കൊണ്ടുവന്ന LDF ഗവൺമെൻറ് ലോട്ടറി വിൽപ്പനയുടെ 1% തുക ലോട്ടറി ക്ഷേമനിധിക്ക് നൽകുമെന്ന് പറഞ്ഞു. 100 കോടി രൂപയാണ് ഈ UDF ക്ഷേമനിധിക്ക് നൽകാനുള്ളത്. INTUC നേതാവ് VK ബൈജു അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ്, T അബ്ദുൽ കലാം, VG മോഹനൻ, VB അശോകൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവന നികുതി പിൻവലിക്കുക, ക്ഷേമനിധി കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. KSRTC ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിലായാണ് യൂണിയൻ നേതാക്കൾ നിരാഹാര സമരം ആരംഭിച്ചത്. ആലപ്പുഴ KSRTC ഡിപ്പോയിൽ യൂണിയൻ ഭാരവാഹി പ്രസാദ് നിരാഹാര സമരം ആരംഭിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് ആലപ്പുഴ KSRTC ഡിപ്പോയിൽ നടക്കുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ശമ്പളം കിട്ടുന്നവരെ പോലെ തന്നെ പെൻഷൻകാരും കൃത്യമായ രീതിയിൽ കിട്ടിയില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം ആത്മഹത്യയിലേക്ക് വരെ അവരെ നയിക്കുകയുണ്ടായി. അത് ഒരു ദിവസവും 2 ദിവസവും അല്ല, മാസക്കണക്കിനാണ് ആ പെൻഷൻ നിഷേധിക്കപ്പെട്ടത്. അന്നെല്ലാം പണിയെടുക്കുന്ന ജീവനക്കാർക്ക് കൃത്യമായും ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതും നിഷേധിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ മാസവും അതിനു മുമ്പുമെല്ലാം അസോസിയേഷനും മറ്റ് സംഘടനകളും എല്ലാം നടത്തിയ നിരന്തരമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ സഹകരണ ബാങ്കുമായി കരാറുണ്ടാക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്നുകൊണ്ട് KSRTCയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള
പുക കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കയർ മേഖലയിലെ ചെറുകിട യൂണിറ്റുകൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കയറിന്റെയും പ്രകൃതിദത്ത നാരുകളുടെയും രാജ്യാന്തര പ്രദർശന വിപണന മേളയായ കയർ കേരളയുടെ 5ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കയർ മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകാൻ, ഒരു ആവേശം പകരാൻ, കയർ മേഖല നേരിടുന്ന മാർക്കറ്റിംഗ് പ്രശ്നത്തിന് വ്യക്തമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനൊക്കെ ഈ കയർ കേരള വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കയർ കേരളയുടെ പ്രാധാന്യം കൂടുകയാണ്, പങ്കാളിത്തം കൂടുകയാണ്, ബിസിനസ് വർദ്ധിക്കുകയാണ്. ഈ വർഷം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രാമുഖ്യം ഉണ്ടാകാൻ പോകുകയാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ പ്രാമുഖ്യം ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ചകിരിനാരിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കയർ വകുപ്പിൽ നിന്നും മുന്നോട്ട് വയ്ക്കുന്ന ഏതു പ്രായോഗിക നിർദ്ദേശത്തെയും സർക്കാർ പിന്തുണയ്ക്കും. പരമ്പരാഗത വ്യവസായമായ കയർ മേഖലയെ പരമാവധി ആധുനികവൽക്കരിച്ച് ലോകത്തിലെ ഏത് വിപണിയിലും മത്സരിക്കാൻ സജ്ജമാക്കും. തൊഴിലാളികളുടെ നന്മയും ക്ഷേമവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കയർ കേരളയിൽ ഓരോ വർഷവും പങ്കാളിത്തവും അതുവഴിയുള്ള വ്യാപാരവും വർദ്ധിക്കുന്നത് ശുഭസൂചനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ശ്രമഫലമായി ചകിരിനാരിന്റെ ലഭ്യത 40,000 മെട്രിക് ടണ്ണായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് കയർ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. പ്രതിവർഷം 2.25 ലക്ഷം മെട്രിക് ടൺ ചകിരിനാര് കേരളത്തിലെ കയർ വ്യവസായത്തിന് ആവശ്യമായിട്ടുണ്ട്. ഇതിൽ 25,000 മെട്രിക് ടൺ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. കയർഫെഡിന്റെയും മറ്റു കൂടുതൽ സംരംഭ യൂണിറ്റുകൾ തുറന്നതോടെ ഇതിൽ പുരോഗതി ഉണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
KC വേണുഗോപാൽ MP, MLA-മാരായ G. സുധാകരൻ, PC വിഷ്ണുനാഥ്, ജില്ലാ കളക്ടർ S. ഹരികിഷോർ, മേഴ്സി ഡയാന മാസുഡോ, D. സുഗതൻ, A. ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ സമ്മേളനം നടന്നു. മങ്കൊമ്പ് ജംഗ്ഷന് സമീപം നടന്ന സമ്മേളനം യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ, UPA ഗവൺമെന്റ് 2004 അധികാരത്തിലേറുമ്പോൾ പെട്രോളിയം ബാരലിന് $70 തുടങ്ങി 2014 അധികാരം വിട്ടൊഴിയുമ്പോൾ $120-125 ആയിരുന്നു സ്ഥിതി. എന്നാൽ കേന്ദ്രത്തിൽ BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയാൻ തുടങ്ങി. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 120 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 90% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായ ഇന്ത്യയിൽ പൂർണ്ണമായും ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $128 നിന്ന് $40-42 ചുരുങ്ങിയിട്ടും പെട്രോളിയത്തിന്റെയും അതുപോലെ തന്നെ ഡീസലിന്റെയും വില കുറയ്ക്കുവാനായിട്ടുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യൂത്ത് കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ശശിധരൻ അധ്യക്ഷനായി. NSU ദേശീയ സമിതി അംഗം ടിജിൻ ജോസഫ്, ജോർജ് മാത്യു പഞ്ഞിമരം, ബെൻസൺ ജോസഫ്, VK സേവ്യർ, ജെസി ജോജി, വർഗീസ് തുറവശ്ശേരി എന്നിവർ സംസാരിച്ചു. 35ാമത് ദേശീയ ഗെയിംസിൽ ജലകായിക ഇനമായ റോവിംഗിൽ കേരളത്തിന് സ്വർണ്ണ മെഡൽ. വനിതകളുടെ കോക്ലസ് 4 ഇനത്തിലാണ് കേരള ടീം സ്വർണം നേടിയത്. ദേശീയ ഗെയിംസിന്റെ ഭാഗമായുള്ള റോവിംഗ് സെമി ഫൈനൽ മത്സരങ്ങളാണ് ആലപ്പുഴ പുന്നമട കായലിൽ നടന്നത്. കേരളമടക്കം 18 ടീമുകളാണ് തിങ്കളാഴ്ച വേമ്പനാട്ട് കായലിൽ മാറ്റുരച്ചത്. റോവിംഗ് വിഭാഗത്തിൽ നടന്ന 9 ഫൈനലുകളിൽ നിന്നായി 5 സ്വർണം വാരിക്കൂട്ടി സർവീസസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 5 ഫൈനൽ മത്സരങ്ങളിൽ പോരാടിയ കേരളത്തിന് 1 സ്വർണവും 3 വെള്ളിയും കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. വനിതകളുടെ കോക്ലസ് 4 വിഭാഗത്തിൽ ചിപ്പി കുര്യൻ, നിത്യ ജോസഫ്, MD നിമ്മി, ഹണി P. ജോസഫ് എന്നിവർ അടങ്ങുന്ന ടീമാണ് കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത്. അതേസമയം കേരളത്തിന്റെ പുരുഷ ടീം നിരാശപ്പെടുത്തി. കോക്ലസ് 4 വിഭാഗത്തിൽ ഫൈനലിലെത്തിയ കേരള ടീം 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മറ്റു വിഭാഗങ്ങളിൽ കേരള ടീമുകൾക്ക് ഫൈനലിലെത്താൻ സാധിച്ചതുമില്ല. മണിപ്പൂർ ടീം റോവിംഗിൽ 2 സ്വർണവും ഒഡീഷ 1 സ്വർണവും നേടി. കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയിട്ടും മാസങ്ങൾ. വർഷങ്ങളായിട്ടും PWD അധികൃതർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. MC റോഡിൽ കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിലെത്തുന്ന യാത്രികർക്കാണ് ഈ ദുർഗതി. പൊരിയുന്ന വെയിലിൽ കയറി നിൽക്കാൻ ഇടമില്ലാതെ നടുറോഡിൽ നിൽക്കേണ്ട സ്ഥിതിയാണ്. കാവാലം, ചെറുകര, നീലംപേരൂർ, കൈനടി, പുളുങ്ങുന്ന തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ ദിനംപ്രതി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. എന്നിട്ടും ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ PWD വകുപ്പിനോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നതാണ് സത്യം. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ വെയിറ്റിംഗ് ഷെഡിലും കടകളുടെ വശങ്ങളിലും ജനങ്ങൾ കയറി നിന്നിരുന്നതെങ്കിൽ PWD വകുപ്പ് റോഡിന് വീതി കൂട്ടിയ സമയത്ത് ഇതെല്ലാം പൊളിച്ചു മാറ്റി. എന്നാൽ കടകളും വെയിറ്റിംഗ് ഷെഡും പൊളിച്ചതല്ലാതെ ഇവയുടെ അവശിഷ്ടങ്ങൾ പോലും നീക്കുവാൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കുറിച്ചി ഔട്ട്പോസ്റ്റിലെ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു വെയിറ്റിംഗ് ഷെഡ് അത്യാവശ്യമാണ്. കാരണം എന്തെന്നാൽ കാവാലം, കൈനടി, കുറിച്ചി, ചെറുകര, പൈറ്റുവാക്ക, നാരകത്ര മുതലായ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ജനങ്ങൾക്ക് കാവാലം, കൈനടി, പുളുങ്കുന്ന് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് ബസ് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ അടിയന്തിരമായി കുറിച്ചി പഞ്ചായത്തോ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഇടപെട്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു വെയിറ്റിംഗ് ഷെഡ് വളരെ അത്യാവശ്യമായി ഉണ്ടാക്കേണ്ടതാണ്. തന്മൂലം ആകെ ഉണ്ടായിരുന്ന വെയിറ്റ് ഷെഡും ഇല്ലാതായ സ്ഥിതിയാണ്. SNDP യൂത്ത് മൂവ്മെന്റും ഓട്ടോറിക്ഷ തൊഴിലാളികളും നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളിലാണ് ഇപ്പോൾ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. മഴക്കാലമാകുന്നതോടെ ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയാകും. എന്നിട്ടും ഇതൊന്നും കണ്ടില്ലെന്നടിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ. ആണ്ടിലും സംക്രാന്തിയിലുമൊക്കെ ഒരു ബസ് മാത്രം വന്നു പോകുന്ന നമ്മുടെ നാട്ടിലെ പല റോഡുകളിലും ലക്ഷങ്ങൾ മുടക്കി വെയിറ്റിംഗ് ഷെഡുകൾ പണിയുമ്പോൾ ദിവസം ആയിരങ്ങൾ വന്നു പോകുന്ന ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് പണിയാത്തതിനു പിന്നിലെ PWD വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും ഭരണാധികാരികളുടെ താൽപര്യക്കുറവും സാധാരണക്കാരനായ ജനങ്ങളോട് കാട്ടുന്ന കടുത്ത അനീതിയാണ്. KCB ന്യൂസ്, ചങ്ങനാശ്ശേരി. വേഴപ്ര സെന്റ് പോൾസ് യുവദീപ്തി KCYM-ന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന സ്പെക് ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. വേഴപ്ര സെയിന്റ് പോൾസ് ഇൻഡോർ കോർട്ടിൽ നടന്നുവന്ന ടൂർണമെന്റിൽ ചക്കാലക്കുന്ന് ടീം വിജയികളായി. 2ാം സ്ഥാനം വേഴപ്ര ടീം നേടി. മികച്ച കളിക്കാരനായി ജിജോ ചക്കാലക്കുന്നിനെയും ബെസ്റ്റ് പെർഫോമറായി
റിജോ വേഴപ്രയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് ഇടവക വികാരി ഫാദർ ജെയിംസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനത്തിൽ അപ്പച്ചൻ നെല്ലുവലി സമ്മാനദാനം നിർവഹിച്ചു. ജോയ് ജോബ് ജോസഫ്, ബെന്നിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്വ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും കന്യാമറിയത്തിന്റെയും തിരുനാൾ പ്രദക്ഷിണം നടന്നു. എടത്വ പള്ളി വികാരി ഫാദർ ജോൺ മണക്കുന്നേൽ ചടങ്ങിന് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വേഴക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പ്രത്യേക മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം രാവിലെ 6:30 മുതൽ ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ പദ്ധതി സൂര്യകാലടി മനയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും തുടർന്ന് സമൂഹ ഗണപതി ഹോമവും നടന്നത്. ഗണേശ പ്രീതി ലഭിക്കുന്നതിനു വേണ്ടി സ്ത്രീകൾ നടത്തിയ സമൂഹ ഗണപതി ഹോമത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് ഗജപൂജയും നടന്നു. വൈകുന്നേരം സപ്താഹയജ്ഞത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് താന്ത്രിക കുലപതി പറമ്പൂരിലത്ത് ബ്രഹ്മശ്രീ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നടത്തി. 8-ാം തീയതി നടക്കുന്ന അവവൃത സ്നാന ഘോഷയാത്രയോടെ സപ്താഹയജ്ഞം സമാപിക്കും. ചടങ്ങുകൾക്ക് അപ്പുക്കുട്ടൻ നായർ, പ്രേംകുമാർ, പ്രദീപ് കുമാർ, സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി വടക്കക്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷവും സന്യസ്ത വർഷാചരണവും നടന്നു. ഞായറാഴ്ച പള്ളി പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനം പ്രൊവിൻഷ്യൽ റവറൻ ഡോക്ടർ സിറേക് മഠത്തിൽ CMI ഉദ്ഘാടനം ചെയ്തു. സമർപ്പണ വർഷം സന്യസ്ത വർഷാചരണത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് നിങ്ങൾക്കറിയാം. 2015 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സമർപ്പണ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. സമർപ്പണ വർഷം 2015 പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം മറ്റൊന്നല്ല, വീത കോൺസക്രാത്ത സമർപ്പണ ജീവിതം എന്ന ചാക്രിക ലേഖനത്തിന്റെ 50ാം വാർഷികമാണ് 2015. ആ 50ാം വാർഷികത്തിലാണ് സമർപ്പിതരെ ആഗോള സഭയ്ക്ക് ലഭിച്ചതിന് നല്ല ദൈവത്തിന് നന്ദി പറയുക, അതോടൊപ്പം സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടുതൽ സമർപ്പിതരെ സഭയ്ക്ക് ലഭിക്കുക. വികാരി ഫാദർ വർഗീസ് കാലായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർഗീസ് ആന്റണി, ടോമിച്ചൻ കാലായിൽ, സിസ്റ്റർ ലിസ് മരിയ, അജി എസ് പാലത്ര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവാഹശേഷം 25-50 വർഷം പൂർത്തിയാക്കിയവരെയും 80 വയസ്സിന് മുകളിൽ പ്രായമായവരെയും സിസ്റ്റേഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു. ചരമവാർത്തകൾ. കൈനഗിരി ചക്കച്ചമ്പാക്ക സോപാനം വീട്ടിൽ അജിത് കുമാർ നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളിങ്കുന്നു കായൽപ്പുറം പറപ്പള്ളിയിലായ കൊച്ചുവീട്ടിൽ ഷിമ്മി ജോസഫ് നിര്യാതയായി. 27 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10:30 കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമി. കമ്പനികളിൽ നിന്നുള്ള മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ നീലമ്പേരൂർ ഗ്രാമവാസികൾ പഞ്ചായത്ത് ഉപരോധിച്ചു. അഴിമതിയിലാഴുന്ന വിദ്യാലയങ്ങൾ.
കിടങ്ങറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമ്പത്തിക അഴിമതിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി നികത്തി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാറി ചിന്തിക്കാൻ ഒരു ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. നാളെ പരിഷ്കരിക്കാം. സമ്മാനഘടന പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ധർണ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.